അന്ത്യശാസനത്തിനും പുല്ലുവില. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. നിപ ഭീതിയിൽ പാലക്കാട് ജില്ല. തൃശൂർ ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. ഒരലാശ്ശേരിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. തിരുവില്ലാമല സ്വദേശി സുധീന്ദ്രനാണ് മരിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിനും പുല്ലുവില. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. ഒരാഴ്ചയ്ക്കകം കുരുക്ക് പരിഹരിക്കാനാണ് ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിക്കും കരാറുകാർക്കും അന്ത്യശാസനം നൽകിയിരുന്നത്. കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തലാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ഒന്നുമുണ്ടായില്ല. ആംബുലൻസുകൾ ഉൾപ്പെടെ കുരുക്കിൽപ്പെടുന്നത് പതിവാണ്. കുരുക്കൊഴിവാക്കാനായി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന സമാന്തര പാതകളും തകർന്ന നിലയിലാണ്. നിപ ഭീതിയിൽ പാലക്കാട് ജില്ല. തൃശൂർ ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട് നിപ ബാധിച്ചവരുടെ സമ്പർക്ക പട്ടികയിലുള്ള 5 പേർ ഐസൊലേഷൻ വാർഡിൽ തുടരുകയാണ്. നിലവിൽ 286 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. നിപ ബാധിച്ച് മരിച്ചയാളുടെ കുടുംബാംഗങ്ങൾക്കും നിപ രോഗലക്ഷണമുണ്ട്. ചില മേഖലകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടുത്ത പനി, പേശീവേദന, ശ്വാസതടസ്സം, കാഴ്ചമങ്ങൽ, ബോധക്ഷയം എന്നിവ രോഗലക്ഷണങ്ങളാണ്. ഒരലാശ്ശേരിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. തിരുവില്ലാമല എരവത്തൊടി ചാങ്കോത്ത് വീട്ടിൽ വേലായുധന്റെ മകൻ സുധീന്ദ്രനാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ദേശീയ പണിമുടക്ക് ദിവസം ഒരലാശ്ശേരി ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം വെച്ച് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സയിലിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ മരണപ്പെടുകയായിരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നഗരസഭാ ചെയർപേഴ്സണെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് LDF കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. CPI തൃശൂർ ജില്ലാ കൌൺസിൽ അംഗം CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. LDF മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ KR ജൈത്രൻ, NCP നേതാവ് വേണു വെണ്ണറ, PP സുഭാഷ്, KS കൈസാബ്, TP പ്രഭേഷ് എന്നിവർ സംസാരിച്ചു. അന്ന് രാത്രി നഗരസഭാ ചെയർപേഴ്സണ് മേലിലേക്ക് കരിയോയിൽ എറിഞ്ഞവരാണ്. ഇന്ന് BJP കൗൺസിലർമാർ, BJPയുടെ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് ഇന്ന് ആ BJP നേതാവിന്റെ ആഹ്വാനമാണ്. പ്രിയമുള്ളവരെ, കൊടുങ്ങല്ലൂർ തീരുമാനിച്ചിരിക്കുന്നു, ഒരു വർഗീയ പ്രസ്ഥാനത്തിനും ഈ കൊടുങ്ങല്ലൂരിന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന്. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിനെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. LDFന്റെയും BJPയുടെയും നേതാക്കളും നഗരസഭാ കൌൺസിലർമാരും ഉൾപ്പെടെയുള്ള കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെയാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആലപ്പാട് നവവധുവിനെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നെല്ലിപ്പറമ്പിൽ ക്ഷേത്രത്തിന് സമീപം കൂയിലംപറമ്പിൽ പരേതനായ മനോജിന്റെ മകൾ 22 വയസ്സുള്ള നേഹയാണ് മരിച്ചത്. 3ാം വർഷ LLB വിദ്യാർത്ഥിനിയായ നേഹയുടെ വിവാഹം 6 മാസം മുമ്പായിരുന്നു. ഞായറാഴ്ച നേഹ ഭർത്താവ് പെരിങ്ങനം പുതുമഠത്തിൽ രഞ്ജിത്തുമായി ആലപ്പാട്ടെ വീട്ടിലെത്തിയതാണ്. രഞ്ജിത്ത് രാത്രി തിരിച്ചുപോയിരുന്നു. തിങ്കളാഴ്ച രാവിലെ നേഹ മുറിയുടെ വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്ന് വാതിൽ ബലമായി തുറന്നപ്പോൾ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ ട്രഷറർ ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം PJ മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. PN വിനയചന്ദ്രൻ, ജോസ് മഞ്ഞളി, അബ്ദുൽ ഖാദർ മതിലകം, ബാബു പോളശ്ശേരി എന്നിവർ സംസാരിച്ചു. അനുഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും കേസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
സംഭവിച്ചിരിക്കുന്ന കാരണം തീർച്ചയായിട്ടും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പോകുന്ന മലയാളികൾക്ക് പല തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും അല്പം കൂടി മെച്ചപ്പെട്ട ഒരു ജീവൻ നയിക്കുന്നതിന് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചയാളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറമനേങ്ങാട് നെല്ലിപ്പറമ്പിൽ മമ്മുണ്ണി എന്ന് വിളിക്കുന്ന മരക്കാർ അബ്ദുള്ളയാണ് അറസ്റ്റിലായത്. പോക്സോ വകുപ്പ് ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞു കയറി 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. തൃപ്പൂണിത്തുറ ഇരുമ്പനം സ്വദേശിനികളായ കറച്ചുള്ളിയിൽ രാജലക്ഷ്മി, തച്ചേത്ത് ശാന്ത എന്നിവർക്കാണ് പരിക്കേറ്റത്. കൈരളി ജംഗ്ഷനിൽ രാവിലെ 9:30യോടെയാണ് അപകടം. പടിഞ്ഞാറേ നടയിൽ നിന്ന് വരികയായിരുന്ന കാർ കൈരളി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് നടപ്പാതയിലൂടെ കയറി സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിച്ചു തകർക്കുകയായിരുന്നു. മമ്മിയൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടപ്പാതയിലൂടെ പോവുകയായിരുന്നവർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ കൂടെയുണ്ടായിരുന്ന പത്മാവതി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാർ വരുന്നത് കണ്ട് ഓടി മാറിയതിനാൽ സ്കൂൾ കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശാന്തിക്ക് തലയ്ക്കാണ് പരിക്കേറ്റത്. രാജലക്ഷ്മിയുടെ വലതുകൈ വിരലിന്റെ എല്ല് പൊട്ടി. വലത്തോട്ട് തിരിയാനുള്ള ശ്രമത്തിനിടെ എതിരെ വാഹനം വന്നതിനെ തുടർന്ന് പരിഭ്രമിച്ച് ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകടത്തിന് കാരണമെന്ന് കാർ ഡ്രൈവർ പറഞ്ഞു. പെരിങ്ങനത്ത് കപ്പേളയുടെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. പെരിങ്ങനം പഞ്ചായത്ത് ഓഫീസിന് തെക്കുവശത്തുള്ള സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയുടെ ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. മുൻവശത്ത് വെച്ചിരുന്ന ഭണ്ഡാരത്തിന്റെ താഴ് തകർത്താണ് ഉള്ളിലുണ്ടായിരുന്ന പണം കവർന്നത്. ഏകദേശം 2000 രൂപയോളം നഷ്ടപ്പെട്ടതായി പറയുന്നു. 3 വർഷം മുൻപും ഈ കപ്പേളയിൽ സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവത്രയിൽ വീടിനു നേരെ ആക്രമണം. തിരുവത്ര പുത്തൻ കടപ്പുറം AC പടിക്ക് കിഴക്ക് ചിങ്ങനാത്ത് അബ്ദുള്ള മോന്റെ വീടിന് നേരെയാണ് അജ്ഞാതരുടെ ആക്രമണം നടന്നത്. ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് എത്തിയപ്പോഴേക്കും അക്രമി ഓടി രക്ഷപ്പെട്ടു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം സോവനീർ പ്രകാശനം നടന്നു. ഗാനരചയിതാവ് ഷിബു ചക്രവർത്തി, സോവനീർ കോർഡിനേറ്റർ അണ്ടേക്കാട്ട് വേണുഗോപാലിനെ ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. PN വൈശാഖ്, പ്രശാന്ത് പുഴങ്കര, സാഹിത്യകാരി ഡോക്ടർ ജയശ്രീ കൃഷ്ണൻകുട്ടി, ജനറൽ കൺവീനർ PK രാജേഷ്, സോവനീർ എഡിറ്റർ നന്ദകുമാർ എടക്കുന്നി എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി 35-ാം ഡിവിഷനിൽ മഹാത്മാ കുടുംബ സംഗമം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. ജനാർദ്ദനൻ കണ്ണംപിള്ളി അധ്യക്ഷനായി. സേവ്യർ കണ്ണനായ്ക്കൽ, NR രാധാകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ നന്ദിയേലത്ത്, പുഷ്പലത അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. അന്നമനട ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ക്ലാസ് റൂം നവീകരിച്ച സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനവും അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ P ലീജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സതീശൻ, മഞ്ജു സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം മണ്ഡലത്തിൽ കുട്ടികളെ അണിനിരത്തി ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ കുട്ടികളടക്കം 51 പേരാണ് പങ്കെടുത്തത്. ക്ലാസുകൾക്ക് ശേഷം ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ മൈതാനിയിൽ സേ നോ ടു ഡ്രഗ്സ് എന്ന് ഇംഗ്ലീഷ് അക്ഷരരൂപത്തിൽ അണിനിരന്ന് മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് TK മീരാബായി, അധ്യാപക അവാർഡ് ജേതാക്കളായ KK ഹരീഷ് കുമാർ, VK മുജീബ് റഹ്മാൻ, AK മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ +2 ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം 25 വർഷത്തിനു ശേഷം നടന്നു. സിൽവർ ജൂബിലി സംഗമം പ്രിൻസിപ്പൽ ഡോക്ടർ അബി പോൾ ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിന്റെ ജനറൽ കൺവീനർ ഫാദർ റൂണോ വർഗീസ്, കോഓർഡിനേറ്റർ സുനീഷ് കോനിക്കര, ലിൻഡോ ജോസ്, ലിമ സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. തോളൂർ പഞ്ചായത്ത് പുതിയതായി നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയമായ ശാന്തി തീരം നാടിനെ സമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. സേവ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. തോളൂർ പഞ്ചായത്ത് 2.5 വർഷം കൊണ്ട് 91 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, ലില്ലി ജോസ്, ഷീന വിൽസൺ, സരസഭ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസ്ഥലം ഏറ്റവും വൃത്തിയായി ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുന്ന ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീരും അല്ലേ? വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരും. ആനപ്പാന്തം ആദിവാസി ഉന്നതിയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 20 വർഷം തികയുന്നു. ഇപ്പോഴും ആ നടക്കുന്ന ഓർമ്മകൾ ഇവരെ വിട്ടുപോയിട്ടില്ല. 2005 ജൂലൈ 14 അർദ്ധരാത്രിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വനത്തിനുള്ളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മണ്ണും വെള്ളവും 2 ജീവനുകളാണ് കവർന്നെടുത്തത്. 5 വീടുകൾക്കും നാശമുണ്ടായി. വെള്ളിക്കുളങ്ങരയ്ക്ക് കിഴക്ക് 17 കിലോമീറ്റർ അകലെ ഉൾവനത്തിലുള്ള ആനപ്പാന്തം ഉന്നതിയിൽ അന്ന് കാടാർ വിഭാഗക്കാരായ 56 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. കാട്ടിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തിവന്നിരുന്ന ആദിവാസി കുടുംബങ്ങളുടെ ജീവിതം ഇരുട്ടി വെളുക്കും മുൻപേ മാറ്റിമറിച്ചത് 2005 ഉരുൾപൊട്ടലാണ്. ഉന്നതിയിലെ കുടിലിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 36 വയസ്സുള്ള ശാരദയ്ക്കും ഇവരുടെ 1.5 വയസ്സുള്ള കുഞ്ഞിനും ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം ഏറെ വൈകി. ചേറങ്കയം വനത്തിലെ താൽക്കാലിക കുടിലുകളിൽ 5 വർഷത്തോളം ഇവർ കഴിഞ്ഞു. 2010 വെള്ളിക്കുളങ്ങരയ്ക്ക് 7 കിലോമീറ്റർ അകലെയുള്ള ശാസ്താംപൂവത്ത് വീടും 1/2 ഏക്കർ വീതം കൃഷിഭൂമി നൽകി ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. കുടിവെള്ളം, വൈദ്യുതി, അംഗനവാടി, കമ്മ്യൂണിറ്റി ഹാൾ, വനവിഭവ ശേഖരണ കേന്ദ്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി ഇവിടെ ഏർപ്പെടുത്തി. കേരളത്തിലെ മികച്ച ജീവിത സാഹചര്യമുള്ള അപൂർവം ആദിവാസി കേന്ദ്രങ്ങളിലൊന്നായി ശാസ്താംപൂവത്തുള്ള ആനപ്പാന്തം ഉന്നതി ക്രമേണ മാറി. വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമവും വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യവുമാണ് ഇപ്പോൾ ഉന്നതിയിലെ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ. TCV ന്യൂസ്, കൊടകര. പോർക്കുളം കോലാടിപ്പാടത്ത് പശുവിനെ വിഴുങ്ങാൻ പെരുമ്പാമ്പിന്റെ ശ്രമം. പോർക്കുളം സ്വദേശി എഴുത്തുപുരയ്ക്കൽ വീട്ടിൽ സ്മിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള 8 മാസം പ്രായമുള്ള പശുവിനെയാണ് പാമ്പ് വരിഞ്ഞു മുറുക്കിയത്. പശുവിനെ അഴിക്കാനെത്തിയ ഇദ്ദേഹത്തിന്റെ മകൻ അഭിനവ് കൃഷ്ണയാണ് പശുവിനെ പെരുമ്പാമ്പ് ചുറ്റിവരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇരുവരും ചേർന്ന് പശുവിനെ ബന്ധിച്ചിരുന്ന കയർ വലിച്ചതോടെ പാമ്പ് പശുവിനെ വിട്ട് സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ഇഴഞ്ഞുകയറി. പാമ്പിന്റെ വരിഞ്ഞുമുറുക്കലിൽ പിൻവശത്തെ 2 കാലുകളിലെയും എല്ലുകൾ പല ഭാഗങ്ങളിലും ഒടിഞ്ഞ നിലയിലാണ്. തുടർന്ന് കുന്നംകുളത്തെ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. NK സുധീർ BJPയിൽ ചേർന്നു. തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ അംഗത്വം സ്വീകരിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. AICC അംഗം, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. പിന്നീട് PV അൻവറിനൊപ്പം ചേർന്നിരുന്നു. BJPയിൽ ചേർന്ന NK സുധീറിനെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്വീകരണം നൽകി. നാലമ്പല തീർത്ഥാടനത്തിനായി യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊച്ചിൻ ദേവസ്വം ബോർഡ്. വടക്കുംനാഥ ക്ഷേത്ര ശ്രീമൂല സ്ഥാനത്തു നിന്നും രാവിലെ പുറപ്പെട്ട് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി തിരികെ വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തകൾ തുടരുന്നു. നാലമ്പല തീർത്ഥാടനത്തിനൊരുങ്ങി തൃപ്രയാർ ക്ഷേത്രം. വ്യാഴാഴ്ചയാണ് തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിന് മുൻവശത്തെ നടപ്പന്തലിൽ ഭക്തർക്ക് വരി നിൽക്കാനായുള്ള കൈവരികളുടെ നിർമ്മാണം പൂർത്തിയായി. ക്ഷേത്രം അതിലകത്ത് മഴ നനയാതെ ദർശനത്തിനായി കാത്തുനിൽക്കുന്നതിനുള്ള പന്തലുകൾ ഒരുക്കിക്കഴിഞ്ഞു. ദർശനത്തിനെത്തുന്നവർക്ക് പുലർച്ചെ മുതൽ ചുക്കുവെള്ളം, ചുക്കുകാപ്പി എന്നിവയുടെ വിതരണവും നടത്തും. ക്ഷേത്രം ഊട്ടുപുരയിൽ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും. പ്രത്യേക KSRTC ബസ്സുകൾ തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം സർവീസ് നടത്തും. പോലീസിന്റെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കലും പൂർത്തിയായി. മുഖമണ്ഡപത്തിൽ സുന്ദരകാന്ഡ പാരായണം, തൃശൂർ ബ്രഹ്മസ്വം മഠത്തിൽ നിന്നുള്ള വൈദികർ ചൊല്ലുന്ന ഋഗ്വേദമുറജപം എന്നിവയും ഉണ്ടായിരിക്കും. വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ടിപ്പു സുൽത്താൻ റോഡിന് ഇരുവശത്തുമായി നിജപ്പെടുത്തിയിട്ടുണ്ടെന്നും തൃപ്രയാർ ക്ഷേത്രം മാനേജർ അറിയിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. നാലമ്പല ദർശനത്തിനോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, അഡ്മിനിസ്ട്രേറ്റർ GS രാജേഷ് എന്നിവർ അറിയിച്ചു. ഭക്തജനങ്ങൾക്ക് മഴ നനയാതെ ദർശനം നടത്തുന്നതിനായി പ്രത്യേകം പന്തൽ ഒരുക്കിയിട്ടുണ്ട്. നാലമ്പല ദർശന ദിവസങ്ങളിൽ പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ വിഭാഗം തുടങ്ങിയ വകുപ്പുകളുടെ സേവനങ്ങളും ക്ഷേത്ര പരിസരത്ത് ലഭിക്കും. വഴിപാടുകൾക്കായി ക്ഷേത്രത്തിൽ പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കി. ഓൺലൈനായും ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ നടത്താവുന്നതാണ്. വെള്ളിയിൽ തീർത്ത സംഗമേശ്വരന്റെ ലോക്കറ്റുകളും ഈ വർഷം മുതൽ ഭക്തർക്ക് വിതരണത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ടും ഗുരുവായൂർ നഗരസഭയുടെ ക്യാപ്റ്റൻ ലക്ഷ്മി സ്റ്റേ ഹോം തുറന്ന് പ്രവർത്തിച്ചില്ല. ക്ഷേത്രനഗരിയിലെത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 4 കോടി ചിലവിട്ട് 4 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത്. ജൂൺ 7 മന്ത്രി MP രാജേഷാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ സെന്റർ ഇതുവരെ തുറന്നിട്ടില്ല. പണികൾ പൂർത്തീകരിക്കുന്നതിനായി 1,20,000 രൂപ അനുവദിക്കുന്നതിന് കൗൺസിലിന്റെ അനുമതി തേടിയിട്ടുണ്ട്. അനുമതിയാകുന്ന മുറയ്ക്ക് നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവീകരിച്ച കൊണ്ടാഴി പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. വികസന കാര്യത്തിൽ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെ പഞ്ചായത്തുകൾക്ക് കഴിയണമെന്ന് VD സതീശൻ പറഞ്ഞു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP മുഖ്യ അതിഥിയായിരുന്നു. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചു. തൃശൂർ പൂരത്തിന് ശേഷം 3 മണിക്കൂർ കൊണ്ട് പൂരപ്പറമ്പും നഗരവും തൊഴിലാളികൾ ശുചീകരിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ വൃത്തിയിൽ 2ാം സ്ഥാനവും കേന്ദ്ര GFC 5 സ്റ്റാർ റേറ്റിംഗിൽ പങ്കെടുക്കുന്നതിനുള്ള അംഗീകാരവും കോർപ്പറേഷൻ നേടിയിരുന്നു. ഈ നേട്ടങ്ങൾക്ക് നിർണായക പങ്കുവഹിച്ച തൊഴിലാളികളെയാണ് ആദരിച്ചത്. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്കുള്ള ഹരിത സർട്ടിഫിക്കറ്റ് വിതരണവും മന്ത്രി നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. UPയിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയി കാണാതായ ഗുരുവായൂർ സ്വദേശിയായ സൈനികന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഹെബിയസ് കോർപ്പസ് ഹർജി നൽകി. താമരയൂർ കൊങ്ങണം വീട്ടിൽ ഫർസീൻ ഗഫൂറിന്റെ ഭാര്യ സെറീനയാണ് ഹെബിയസ് കോർപ്പസ് ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് MB സ്നേഹലത എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുൻപ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി വിധി വരാനിരിക്കെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ പ്രദേശങ്ങൾ അനുദിനം തകരുന്നു. മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിലെ സർവീസ് റോഡുകൾ ഇതിനകം ശോചനീയമായി മാറി. ചെറുതും വലുതുമായ ഒട്ടനവധി കുഴികളും വലിയ ഗർത്തങ്ങളും ഗതാഗതം സങ്കീർണമാക്കി. നിലയ്ക്കാത്ത മഴയും റോഡിനെ ചളിക്കുളമാക്കി. ചെളി നിറഞ്ഞു കിടക്കുന്ന റോഡിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇരുചക്രവാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. തകർന്ന റോഡിലെ നടുവൊടിക്കുന്ന യാത്ര ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. ആളൂർ വെള്ളാഞ്ചിറയ്ക്ക് സമീപം കാൽവരിക്കുന്നിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കി. കാൽവരിക്കുന്നിലുള്ള ആശ്രമവളപ്പിലാണ് പുലിയുടേതുപോലുള്ള കാൽപ്പാട് കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് കാൽപ്പാടുകളുടെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്കായി ശേഖരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിനും പുല്ലുവില. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. നിപ ഭീതിയിൽ പാലക്കാട് ജില്ല. തൃശൂർ ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. ഒരലാശ്ശേരിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. തിരുവില്ലാമല സ്വദേശി സുധീന്ദ്രനാണ് മരിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.